കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു തേങ്ങായും മുളക് അരച്ച മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി തേങ്ങ ഒരു അരമുറി, കുറച്ച് കറിവേപ്പില, 4 ചുവന്നുള്ളി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയുമാണ് അരക്കാൻ വേണ്ടത്. ഒരു തക്കാളി, പച്ചമുളകും കറിവേപ്പിലയും, മീൻ കണ്ടിച്ച് വൃത്തിയാക്കി, ചാളയാണ് കണ്ടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പുളി പിഴിഞ്ഞ് വെച്ചിരുന്നു നെല്ലിക്ക വലുപ്പത്തിൽ. ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ അരച്ചുകൊണ്ട് വരാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് എടുക്കണം. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം. തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും മുളകും എല്ലാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചട്ടിയിൽ ഒഴിക്കുക. ഞാൻ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ കുലുക്കി അതിനുശേഷം ഒരു തക്കാളി അരിഞ്ഞിട്ട്, തക്കാളി നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട്, 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചിട്ടു. പുളി പിഴിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കും. ഈ കറി നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പ് ഓണാക്കാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പ് കത്തിക്കാം. നല്ലവണ്ണം തിളപ്പിക്കുക. കറി നല്ലവണ്ണം തിളപ്പിക്കണം. കുറച്ച് നേരം അടച്ചു വെക്കും. കറി നല്ല തിളക്കുന്നുണ്ട്. ഈ മീൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. നല്ലപോലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് വേണം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറി ഒന്നും കൂടി നല്ലപോലെ മീൻ വേവുന്നത് വരെ ഇട്ട് തിളപ്പിക്കണം. നല്ല രുചിയുള്ള കറിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. ഞാൻ ഇതിൽ ഉലുവ ഒന്നും ഇടുന്നില്ല. കൊറക്കാപ്പുളിയല്ല, വാളംപുളിയാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പും എരിവും പാകത്തിനുണ്ട്. പുളിയും മീനിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി അടച്ചു വെക്കുക. മുഴുവൻ അടക്കരുത്, ഇതിങ്ങനെ അടച്ചു വെക്കണം. മീനിട്ടതിന് ശേഷം കറി നല്ല തിളക്കുന്നുണ്ട്. കണ്ടോ, നല്ല വെട്ടി തിളക്കുകയാണ് കറി. തീ കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി തിളപ്പിച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് കറി താളിക്കുന്നില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. ഈ കറി എല്ലാവരും ചെയ്തു നോക്കണം. നല്ല രുചിയുള്ള കറിയാണിത്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് തിന്നാൻ ഇത് മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട. ചോറിനും ചപ്പാത്തിക്കും എല്ലാം ഇത് കൂട്ടാവുന്നതാണ്. ഇത് മിക്കവാറും എല്ലാവർക്കും തേങ്ങായും മുളകും ഉണ്ടാക്കാൻ അറിയണത് തന്നെ. പിന്നെ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഷെയർ ചെയ്തു. അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻറ്റിലൂടെ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ലൊരു ലൈക്ക് തരണേ, ഷെയർ ചെയ്യണേ ഫ്രണ്ട്സിനും എല്ലാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കറി നല്ല തിളച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഇങ്ങനെ കറക്കി കൊടുത്തതിന് ശേഷം
അടുപ്പ് അണയ്ക്കുക. 2 മിനിറ്റും കൂടി വേവിച്ചിട്ട് അടുപ്പ് ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. ഇത് എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടു. നല്ലൊരു തേങ്ങായും മുളകും കറിയാണിത്. ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇനി നല്ലൊരു വീഡിയോ റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.